വൈകിട്ടായപ്പോഴത്തേക്ക് പീലിയെ കാണാൻ വേണ്ടി അമ്മാമ്മ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തു. അതുമാത്രമല്ല, കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് അമ്മ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ വന്ന ഉടനെ ചായ കുടിയും വർത്തമാനവും ഒക്കെ കഴിഞ്ഞ് രാത്രിയിലത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയി കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടു വന്നു. ഉച്ചക്കത്തേക്ക് ഇന്നിവിടെ വൻ ശോകമായിരുന്നു. മീനൊന്നും കിട്ടിയിട്ടില്ല. ആ കുറവൊന്ന് ചെറുതായിട്ട് നികത്താൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞു കോഴി വാങ്ങിച്ചത്. ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാനാണ് പ്ലാൻ ഇട്ടതെങ്കിലും ചപ്പാത്തി തിന്ന് മടുത്തത് കൊണ്ട് ഞാൻ കരുതി കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കാന്ന്. ചപ്പാത്തി ചിക്കൻ കറി, ഇടിയപ്പം ചിക്കൻ കറി, ഇത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. മറ്റേ ജയ ജയ ഹേ സിനിമയിൽ അമ്മയില്ലേ, അതേപോലാണ് എന്റെ അമ്മയും. എത്ര ഇടിയപ്പം ഉണ്ടാക്കിയാലും മടുക്കൂല, ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇടിയപ്പ പരിപാടി ഞാൻ അമ്മ അങ്ങ് ഏൽപ്പിച്ചു. എന്നിട്ട് ആ സമയം കൊണ്ട് ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വഴറ്റി എടുത്ത് പൊടികളും ചേർത്ത് അതങ്ങോട്ട് അരച്ച് അതിനകത്തോട്ട് ചിക്കനും തട്ടിക്കൊടുത്ത് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കി. സംഭവം അത്ര വലിയ വെറൈറ്റി ഒന്നും അല്ലെങ്കിലും നല്ല തിക്ക ഗ്രേവി ഒക്കെ ആയിട്ട് ഇടിയപ്പത്തിന്റെ കൂടെ കഴിച്ചപ്പോഴത്തേക്ക് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വന്ന ചോറും കറികളും നേരെ എടുത്തങ്ങ് ഫ്രിഡ്ജിലോട്ടും വെച്ചു. പിന്നെ അടുക്കളയൊന്ന് തൂത്ത് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ടു. അപ്പൊ ഓക്കെ ബൈ.